മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ സാറിനെ അപായപ്പെടുത്താനായിട്ട് നീ എന്താണ് ചെയ്തത് ഉണ്ണി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മാർക്കോ ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഉണ്ണിയെ കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുകയാണ് മാർക്കോ. അതേസമയം ഉണ്ണിയാണെങ്കിൽ പരമനും ശരവണനുമാണ് കൊട്ടേഷൻ കൊടുത്തതെന്നെല്ലാം മാർക്കോനോട് പറയുന്നു. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് കണ്ണൻ സാർ മരിച്ചു പോയെന്ന് പറയാനായിട്ട് പറയുന്നു. ഉണ്ണി വിളിച്ച് അതേപോലെ തന്നെ അവരോട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അതേസമയം ഉണ്ണി പൈസ കൊണ്ടുവരുന്നത് കാത്ത് അവർ ഒരു ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് തന്നെ ഞാൻ പൈസയ്ക്ക് വന്നത് പൈസയുടെ കാര്യമല്ലേ, അതിന് വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്താണെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നുണ്ട്. പക്ഷെ മാർക്കോനെ ഇവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. സന്തോഷത്തോടുകൂടി പൈസ വാങ്ങാൻ നിന്ന് അവരെ മാർക്കോ ആണെങ്കിൽ തല്ലി ചതയ്ക്കുകയാണ്. അപ്പോഴാണ് മാർക്കോ ആണ് വന്നിരിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ല രീതിക്ക് തന്നെ മാർക്കോ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ അവരോട് പറയുന്നുണ്ട്, രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, കണ്ണൻ സാറിനെയും അവരുടെ ഭാര്യ മഹാലക്ഷ്മിയും എൻ്റെ ആളുകളാണെന്നും ഇനി ഒരിക്കലും അവരെയൊന്നും ശല്യം ചെയ്യാനായിട്ട് നിങ്ങൾ വന്നു പോയേക്കരുത്, അതുപോലെ തന്നെ കണ്ണൻ സാർ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അവരോടായിട്ട് പറയുകയാണ് മാർക്കോ. സാറിൻ്റെ ഫോണിലോട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലോപ്പസ് ആണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ നോക്കുമ്പോൾ ദുർഗയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ദുർഗയെ തിരിച്ച് വിളിക്കുകയാണ് കണ്ണൻ്റെ വിളി കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ആകെ സന്തോഷമാകുന്നുണ്ട്. മോനെ, നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ, എനിക്കിപ്പോഴാണ് മോനെ സമാധാനമായതെന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണനും ആണെങ്കിൽ ചെറിയൊരു ആശ്വാസമാകുന്നുണ്ട്. ഉണ്ണി നിൻ്റെ എത്രയും പെട്ടെന്ന് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടല്ലേ മോനെ, സമാധാനമായി, എനിക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാമെന്ന് പറയുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എല്ലാം ഞാൻ അവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് പറയാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കരുണയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, നിനക്ക് സന്തോഷിക്കാനായിട്ട് ഒരു വകയും ഇല്ലടി, കണ്ണൻ ഒന്നും പറ്റിയിട്ടില്ല, അവൻ സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കുന്നു, അവൻ നാളെ ഇങ്ങോട്ട് വരുമെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കരുണ മനസ്സിൽ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാര്യം, അങ്ങനെ ഒന്നും വരേണ്ടതല്ലല്ലോ എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇത്ര വലിയ ആലോചിച്ച് നിൽക്കുന്നത്? അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയേട്ടൻ അവിടെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിയല്ലാതെ വേറെ ആരാണ് അവൻ്റെ കൂടെ ഉള്ളതെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. അതേസമയം കരുണ വിചാരിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാണ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, അയാളെ ആ വഴിക്ക് വെച്ച് തന്നെ അങ്ങോട്ട് കൊന്നു കളയാൻ പാടില്ലായിരുന്നു, എന്തിനാണ് പിന്നെ വലിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയത് എന്നെല്ലാം ഓർത്ത് കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ഉണ്ണിയുടെ അടുത്ത് തിരിച്ചെത്തുന്ന മാർക്ക് ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവരെ ഒന്നും പരിചയമില്ലല്ലോ, ആരാണ് നിനക്ക് ഇവരെ പരിചയപ്പെടുത്തി തന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മാവനാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും ആ അമ്മാവൻ്റെയും മറ്റവൻ്റെയും കഥ ഞാൻ കഴിച്ചോളാം, ഏതെങ്കിലും റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങാറാകുന്നുണ്ടല്ലോ അവരെ ഞാൻ മുട്ടുകാലിൽ ഇഴയിച്ചോളാം എന്ന് പറയുകയാണ് മാർക്കോ. ഇനി നിൻ്റെ ശിക്ഷ നടപ്പാക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ ആണെങ്കിൽ ഒരു ഇരുമ്പ് പൊടി എടുത്തുകൊണ്ട് ഉണ്ണിയുടെ അടുത്തോട്ട് വരുന്നു. ഉണ്ണിയാണെങ്കിൽ അത് കാണുമ്പോഴേക്കും എന്നെ ഒന്നും ചെയ്യല്ലേ മാർക്കോ, എന്നെ വെറുതെ വിടുന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിന്നെ ഞാൻ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തുണിയെല്ലാം വായിൽ തിരുകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വായിൽ തുണി തിരുകിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതുകൊണ്ട് അടിച്ചാൽ നല്ല വേദനിക്കും, അത് നിന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ തുണി തിരുകിയിരിക്കുന്നതെന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് ആകെ വിറങ്ങലിച്ച് പോകുകയാണ് നമ്മുടെ ഉണ്ണി. അങ്ങനെ ആ ഇരുമ്പ് വടി കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഉണ്ണിയുടെ കാലിൽ തല്ലി ഒടിക്കുകയാണ് മാർക്കോ. അതേസമയം ഉണ്ണിയാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തോട്ട് വരാതിരിക്കുകയാണ്. നീ എത്ര അലറി വിളിച്ചാലും ഇവിടെ ആരും നിൻ്റെ ശബ്ദം കേൾക്കില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ വീണ്ടും ഉണ്ണിയെ ഉപദ്രവിച്ചുകൊണ്ട് ഇരിക്കുന്നു. പിറ്റേ ദിവസം കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ഇറങ്ങുന്ന സ്ഥാനത്ത് ഉണ്ണിയെ കാണുന്നതും എല്ലാവരും ആകെ ഞെട്ടി വിറച്ച് കൊണ്ടുപോവുകയാണ്. കണ്ണൻ്റെ വീൽചെയറിൽ ഉണ്ണി വരുന്നത് കണ്ട് നമ്മുടെ ദുർഗയും കരുണയും എല്ലാം ആകെ സ്തംഭിച്ച് തന്നെ നിൽക്കുന്നു. ഇവനിതെന്ത് പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ണിയേട്ടന് ഇതെന്തായിരിക്കുമോ എന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കരുണയും ആകെ ഞെട്ടി വിറയ്ക്കുന്നു. അതേസമയം ഉണ്ണിയുടെ കാലിലാണെങ്കിൽ ഒരു കെട്ടെല്ലാം കാണുന്നതും ദുർഗയാണെങ്കിൽ ഓടിച്ചെന്നിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ പറ്റിയത്, നീ എന്തെങ്കിലും ഒന്ന് പറയടാ എന്നെല്ലാം പറയുമ്പോഴേക്കും ഉണ്ണിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. കാരണം ഉണ്ണി ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലത്തെ കാര്യങ്ങളായതുകൊണ്ട് ഉണ്ണിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കണ്ണൻ എവിടെ എന്നെല്ലാം ദുർഗയുടെ ചോദ്യത്തിന് കണ്ണനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് വീണ്ടും ഞെട്ടിത്തെറിച്ച് പോവുകയാണ് ദുർഗയും കരുണയുമെല്ലാം. അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട്, മോനെ കണ്ണാ, നിനക്കപ്പോൾ കാലിന് സ്വാധീനമെല്ലാം വന്നോ എന്ന് ചോദിക്കുന്നതും നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ശ്വാസം നിലച്ചതുപോലെ ആകുകയാണ്. അതേസമയം കണ്ണനാണെങ്കിൽ നടന്ന് തന്നെ വരുന്നത് കണ്ട് ദുർഗയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. മോനെ, നിനക്ക് എല്ലാം മാറിയോ എന്ന് ചോദിക്കുകയാണ് ദുർഗയുടെ ചോദ്യത്തിന് കണ്ണനാണെങ്കിൽ മറുപടി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല,
ഞാൻ ഒരുപാട് നാളായി നടക്കാൻ തുടങ്ങിയിട്ട്. അതെല്ലാം കരുണയുടെയും മുത്തശ്ശിക്കും അച്ഛനും എല്ലാം അറിയാമായിരുന്നു. പക്ഷേ അതൊന്നും അവരിവളോട് പറയാതിരുന്നതാണ്. കാരണം അത് ഇവൾക്കൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയും ഇവളുടെ അടുത്തു നിന്നും ആ സത്യം മറച്ചു വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലത്തെ ഒരു സംഭവത്തിന് ശേഷം ഉണ്ണി ഞാൻ നടന്നതായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ എന്തിനാണ് വീൽ ചെയറിൽ സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് നടന്ന് തന്നെ നിങ്ങളുടെ മുന്നിലോട്ട് വന്നതെന്നെല്ലാം നമ്മുടെ കണ്ണൻ പറയുന്നത് കേട്ട് വീണ്ടും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അതേസമയം ഉണ്ണിക്ക് ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഉണ്ണിക്ക് മാർക്കോയുടെ സമ്മാനമാണെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് വീണ്ടും ഞെട്ടുകയാണ് കരുണ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.